ദൈവത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, മുൻപും പിൻപും നോക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിലെ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് ശുശ്രൂഷകൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾക്ക് ടെൻഷൻ കൂടുതലാണ്. നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങണേ നമ്മൾ ചിന്തിക്കണം. ദൈവത്തിൻ്റെ ശുശ്രൂഷകളാണ്, അല്ലാതെ എൻ്റെ ജോലിക്ക് വേണ്ടിയല്ല. ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തിനെല്ലാം കൊടുക്കുക, വിട്ടുകൊടുക്കുക. ദൈവം നമ്മിലൂടെ തക്ക സമയത്ത് ഇടപെടുമെന്നുള്ളതാണ്. ഇത് തന്നെയാണ് സുവിശേഷം പറയുന്നത്. പത്രോസും അന്ത്രയോസും മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ കടൽ തീരത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു അവരെ വിളിക്കുക, ആ വലയുപേക്ഷിച്ച് പിന്നാലെ ഇറങ്ങുക. ഒരു ചോദ്യമോ ഉത്തരമോ അല്ലെങ്കിൽ സംശയമോ ഒന്നുമില്ല. ഇതുപോലെ എല്ലാം ഉപേക്ഷിച്ച് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ ഇറങ്ങാൻ പറ്റുന്ന ദിവസങ്ങളാകട്ടെ ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ. കുറേയേറെ ഉപേക്ഷിക്കാൻ, ഭാരപ്പെട്ട് ഉപേക്ഷിക്കാനല്ല, അല്ലെങ്കിൽ ഇത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും എനിക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഉപേക്ഷിക്കാനല്ല, മനസ്സറിഞ്ഞ് സ്നേഹം കൊണ്ട് ഉപേക്ഷിക്കാൻ. അപ്പോഴാ നോമ്പ് അനുഗ്രഹമായിട്ട് മാറുള്ളൂ. ഈ നോമ്പ് കാലഘട്ടം, കർത്താവിൻ്റെ ഈ നോമ്പ് കാലഘട്ടം, എന്തെങ്കിലുമൊക്കെ നിയോഗങ്ങളോ സമ്മാനങ്ങളോ, അല്ലെങ്കിൽ പള്ളിയിൽ വന്ന് ഞാൻ സമ്മാനം കിട്ടും, അല്ലെങ്കിൽ എനിക്കൊരു നിയോഗമുണ്ട്, ചില പേപ്പർ വർക്ക് നടത്താനുണ്ട്, ഒക്കെ നല്ലതാ. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് ഞാൻ ഉപേക്ഷിക്കുന്നത് എൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണ്. എൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി മറ്റെല്ലാം കർത്താവ് ആ സ്നേഹത്തിൽ എനിക്ക് തരുമെന്ന ബോധ്യത്തോടെ ഉപേക്ഷിക്കാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ പറ്റുമോ? പ്രാർത്ഥിക്കാം.